കെ.സി. വേണുഗോപാൽ എം.പിക്ക് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ വാർത്താ സമ്മേളനം നടത്തുന്നതിന് അനുമതി നിഷേധിച്ചു. അദാനിയുടെ മുൻപിൽ കവാത്ത് മറക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ എം.പി. തൃശൂർ കോർപ്പറേഷൻ ഭരണം പിടിക്കൽ പ്രധാന അജണ്ടയാക്കി ബി.ജെ.പി. ഡിവിഷനുകൾ തിരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. സജീവമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും. തൃശൂർ കോർപ്പറേഷൻ കൂർക്കഞ്ചേരി സോണൽ ഓഫീസ് മാറ്റം. കോൺഗ്രസ് കൌൺസിലർമാരുടെ മേയറുടെ ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സമരം നടത്തി. സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും ശക്തമാകുന്നു. ചിമ്മിനി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. ചൂണ്ടൽ, പുതുശ്ശേരിയിലും ഗുരുവായൂർ പഞ്ചാരമുക്കിലും മരങ്ങൾ കടപുഴകി വീണു. ചാലക്കുടി മുരിങ്ങൂർ ഡിവൈൻ അടിപ്പാതയിൽ വീണ്ടും വെള്ളക്കെട്ട്. മഴ തുടങ്ങിയതോടെ തൃശൂർ നഗരത്തിലൂടെയുള്ള ജനങ്ങളുടെ യാത്രാ ദുരിതം വർദ്ധിക്കുന്നു. റോഡുകളിൽ കുഴികൾ രൂപപ്പെട്ടത് യാത്രികർക്ക് ഭീഷണിയാകുന്നു. ചരിത്രത്തിലാദ്യമായി കലാമണ്ഡലത്തിൽ ഭരതനാട്യം പഠിക്കാൻ ആൺകുട്ടിയെത്തി. പിറവം സ്വദേശി ഡാനിയേലാണ് 11ാം വയസ്സിൽ ഭരതനാട്യം പഠിക്കാനെത്തിയത്. അകമലയിൽ അടച്ചുപൂട്ടിയ വനംവകുപ്പ് ഓഫീസും വെറ്ററിനറി ക്ലിനിക്കും സാമൂഹ്യ വിരുദ്ധരുടെയും ഇഴജന്തുക്കളുടെയും വിഹാര കേന്ദ്രമായി. ഫോറസ്റ്റ് സ്റ്റേഷൻ അടയ്ക്കാൻ കാരണമായത് ജീവനക്കാർക്കിടയിലെ യൂണിയനുകൾ തമ്മിലുള്ള തർക്കം. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. അദാനിയുടെ മുൻപിൽ കവാത്ത് മറക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ എം.പി. ആരോപിച്ചു. ഗുരുവായൂർ ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു എം.പി. അദാനിക്ക് കച്ചവട താൽപര്യമുള്ള കമ്പനി കേരള തീരത്തെ വിനാശത്തിന്റെ വറുതിയിലേക്കും പാരിസ്ഥിതിക പ്രശ്നങ്ങളിലേക്കും വഴിതെളിച്ചപ്പോൾ ന്യായമായും ജനങ്ങളോടൊപ്പം നിൽക്കേണ്ട സംസ്ഥാന സർക്കാർ അദാനിക്ക് വേണ്ടി നിലകൊണ്ടു. എന്തുകൊണ്ടാണ് കപ്പൽ കമ്പനിക്കെതിരെ കേസെടുക്കാൻ 17 ദിവസം വൈകിയത് എന്നതിന് സർക്കാർ ഉത്തരം പറയണം. കേരള തീരം കുത്തക മുതലാളിമാർക്ക് തീരെഴുതി കൊടുക്കാൻ തീരുമാനിച്ചാൽ കേരള പൊതുസമൂഹം വിടില്ല എന്നുള്ളതിനാലാണ് സർക്കാരിന് അവസാനം കീഴടങ്ങേണ്ടി വന്നതെന്നാണ് യാഥാർത്ഥ്യമെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. നിലമ്പൂരിൽ കോൺഗ്രസിന് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അദ്ദേഹം തയ്യാറായില്ല. നിലമ്പൂരിൽ മനുഷ്യമൃഗ സംഘർഷം ഉൾപ്പെടെ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ജനകീയ വിഷയങ്ങൾ ചർച്ചയ്ക്കെടുക്കാതിരിക്കാൻ വേണ്ടാത്ത വിവാദങ്ങൾ എടുത്തിട്ട് ചർച്ച ചെയ്യുകയാണ്. ഇത്തരം കാര്യങ്ങളിൽ തനിക്ക് താൽപര്യമില്ലെന്നും എം.പി. പറഞ്ഞു. കെ.സി. വേണുഗോപാൽ എം.പിക്ക് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ വാർത്താ സമ്മേളനം നടത്തുന്നതിന് അനുമതി നിഷേധിച്ചു. വൈകിട്ട് 5 മണിക്കാണ് എം.പി. ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ വാർത്താ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്നത്. ഇതുപ്രകാരം അതിഥി മന്ദിരത്തിന്റെ പൂമുഖത്ത് മാധ്യമപ്രവർത്തകർ എത്തി. എന്നാൽ എം.പി. എത്തുന്നതിന് തൊട്ടു മുൻപ് ദേവസ്വം അനുമതി നിഷേധിക്കുകയായിരുന്നു. രാഷ്ട്രീയ സംബന്ധമായ കാര്യങ്ങളിൽ വാർത്താ സമ്മേളനം നടത്താൻ അതിഥി മന്ദിരം അനുവദിച്ച് തരാനാകില്ലെന്ന് ദേവസ്വം മാനേജർ എം.പിയുടെ പേഴ്സണൽ സ്റ്റാഫിനെ ഫോണിൽ വിളിച്ചറിയിച്ചു. ഇതുപ്രകാരം അതിഥി മന്ദിരത്തിന് പുറത്താണ് എം.പി. വാർത്താ സമ്മേളനം നടത്തിയത്. തൃശൂർ കോർപ്പറേഷൻ ഭരണം പിടിക്കൽ പ്രധാന അജണ്ടയാക്കി ബി.ജെ.പി. ഡിവിഷനുകൾ തിരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. സജീവമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും. ബി.ജെ.പി. മേഖലാ ചുമതലയുള്ള എൻ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷൻ ഇൻചാർജേഴ്സ് യോഗം ബുധനാഴ്ച തൃശൂരിൽ നടന്നു. പ്രത്യേക ചുമതലയുള്ള ആലപ്പുഴ മുൻ ജില്ലാ പ്രസിഡന്റ് ഗോപകുമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ, തിരുവനന്തപുരം, കൊല്ലം കോർപ്പറേഷനുകളിൽ ഭരണം പിടിക്കുകയെന്നത് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രധാന അജണ്ടയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മുന്നിലുണ്ടെങ്കിലും ഡിവിഷനുകൾ തിരിച്ച് ബി.ജെ.പിയുടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്നാണ് ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷനിലെ 55 ഡിവിഷനുകളിൽ 36 ഡിവിഷനുകളിലും ബി.ജെ.പി. ലീഡ് നേടിയിരുന്നു. ക്രൈസ്തവ വോട്ടുകളിലെ സ്വാധീനവും അനുകൂല ഘടകമായി ബി.ജെ.പി. കാണുന്നു. നിലവിൽ കൊക്കാര, പൂങ്കുന്നം, കോട്ടപ്പുറം, അയ്യന്തോൾ, തേക്കിൻകാട്, പാട്ടിരയ്ക്കൽ ഡിവിഷനുകളാണ് ബി.ജെ.പി. കൗൺസിലർമാർ പ്രതിനിധീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും തൃശൂർ കേന്ദ്രീകരിച്ച് സജീവമാണ്. സുരേഷ് ഗോപി പുതിയ പദ്ധതികൾ എത്തിക്കുമ്പോൾ കോർപ്പറേഷനിലെ ഇടത് ഭരണം അനുകൂല നിലപാട് സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായുള്ള കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കുക എന്നത് ഏറെ നിർണായകമായാണ് ബി.ജെ.പി. കാണുന്നത്. TCV തൃശൂർ. തൃശൂർ കോർപ്പറേഷന്റെ വലിയാലുക്കലുള്ള കൂർക്കഞ്ചേരി സോണൽ ഓഫീസ് യാത്രാ സൗകര്യമില്ലാത്ത നെടുപുഴയിലേക്ക് മാറ്റുന്നതിനെതിരെ മേയറുടെ ഓഫീസിന് മുൻപിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് കൌൺസിലർമാർ. പഴക്കം ചെന്ന കുറുക്കഞ്ചേരി സോണൽ ഓഫീസ് കെട്ടിടം പുനർനിർമ്മിക്കുന്നതിന് കോൺഗ്രസ് എതിരല്ലെന്നും ജനങ്ങൾക്ക് യാത്രാ ദുരിതവും സാമ്പത്തിക നഷ്ടവും വരുത്തുന്ന ദൂരെ സ്ഥലത്തേക്ക് മാറ്റുന്നതിലാണ് എതിർപ്പെന്നും കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ പറഞ്ഞു. ജനങ്ങൾക്ക് യാത്രാ ദുരിതം വരുത്തിവെക്കുന്ന കുറുക്കഞ്ചേരി മേഖലാ ഓഫീസ് മാറ്റത്തിനെതിരെ
മേയറുടെ ഓഫീസിന് മുൻപിൽ കോൺഗ്രസ് കൗൺസിലർമാർ നടത്തിയ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാജൻ ജെ പല്ലൻ. 2.5 വർഷക്കാലത്തേക്ക് സോണൽ ഓഫീസ് മാറ്റുന്നത് കുറുക്കഞ്ചേരി പട്ടണത്തിൽ നിന്നും മാറി 3.5 കിലോമീറ്റർ ഉള്ളിലേക്ക് ഒരു ഓട്ടോറിക്ഷയോ ഒരു വാഹനം കിട്ടാത്ത ഒരു കെട്ടിടത്തിലേക്ക്, കോർപ്പറേഷൻ കെട്ടിടത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുകയാണ്. 3.5 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറി പഴയ കെട്ടിടത്തിലേക്ക് പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിക്കുന്ന മാലിന്യപ്പുരയിലേക്കാണ് തൃശൂർ കോർപ്പറേഷന്റെ കുറുക്കഞ്ചേരി സോണൽ ഓഫീസ് മാറ്റാൻ ശ്രമിക്കുന്നത്. തൃശൂർ നഗരത്തിൽ തന്നെ കുറുക്കഞ്ചേരി മേഖലാ ഓഫീസിനായി അനുയോജ്യമായ 4 കെട്ടിടങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടും മേയറും CPM-ഉം അത് അംഗീകരിക്കാതെ 3.5 കിലോമീറ്റർ അകലെയുള്ളതും യാത്രാ സൗകര്യമില്ലാത്തതുമായ നെടുപുഴ വനിതാ വികസന കേന്ദ്രത്തിലേക്ക് സോണൽ ഓഫീസ് മാറ്റാനുള്ള ഏകപക്ഷീയ തീരുമാനവുമായി മുന്നോട്ടു പോവുകയാണ്. യാതൊരു കാരണവശാലും കോൺഗ്രസ് ഈ മാറ്റത്തിന് സമ്മതിക്കില്ലെന്നും രാജൻ ജെ പല്ലൻ പറഞ്ഞു. ശക്തനിലെ കുടുംബശ്രീയുടെ ഓഫീസുണ്ട്, അതിലേക്ക് TUDA ബിൽഡിംഗ് ഉണ്ട് ശക്തനിലെ. ആ TUDA ബിൽഡിംഗിലേക്ക് കുറുക്കഞ്ചേരി സോണൽ ഓഫീസ് മാറ്റാവുന്നതാണ്. അതല്ലെങ്കിൽ പോലും ഇപ്പൊ കുറുക്കഞ്ചേരി സോണൽ ഓഫീസ് പ്രവർത്തിക്കുന്ന ഇതിന്റെ ഓപ്പോസിറ്റ് പാർക്ക് ഉണ്ട്, കോർപ്പറേഷന്റെ പാർക്കിന് പുറകിൽ ഒരു കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിലേക്ക് മാറ്റണം. അല്ലെങ്കിൽ കുരിയച്ചിറ മുനിസിപ്പൽ ക്വാർട്ടേഴ്സുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് ഹോളുണ്ട്, അവിടേക്ക് മാറ്റണം. ഇവിടെയുള്ള 4 സ്ഥലങ്ങളിൽ നിർദ്ദേശം പറയുകയുണ്ടായി. ഈ 4 സ്ഥലങ്ങളിലേക്ക് മാറ്റുകയാണെങ്കിൽ ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യമാണ്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് പൂവത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ EV സുനിൽ രാജ്, മുകേഷ് കുളപ്പറമ്പിൽ, ലീല വർഗീസ്, ശ്യാമള മുരളീധരൻ, ആൻസി ജേക്കബ്, വിനീഷ് തയ്യിൽ തുടങ്ങിയവർ സംസാരിച്ചു. TCV തൃശൂർ. ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. വ്യാഴാഴ്ച മുതൽ മഴ വീണ്ടും ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ജില്ലയിൽ വ്യാഴാഴ്ച യെല്ലോ അലർട്ടാണ്. 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ചിമ്മിനി ഡാം തുറന്നു. റൂൾ കർവ് നിർദ്ദേശിക്കുന്നതിലും കൂടുതൽ ജലനിരപ്പ് എത്തിയതോടെയാണ് അധിക ജലം കുറുമാലി പുഴയിലേക്ക് ഒഴുക്കുന്നത്. 12 ഘനമീറ്റർ ജലമാണ് പുഴയിലേക്ക് ഒഴുക്കുന്നത്. ഇതോടെ ചിമ്മിനി ജലവൈദ്യുത പദ്ധതിയുടെ വൈദ്യുതോൽപാദനവും ആരംഭിച്ചു. ഡാം തുറന്നതോടെ കുറുമാലി, കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് നേരിയ തോതിൽ ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വൈദ്യുതോൽപാദനത്തിനായി KSEB വാൽവിലൂടെ 1 സെക്കൻഡിൽ 6.36 ഘനമീറ്റർ വെള്ളവും റിവർ സ്ലൂയിസിലൂടെ സെക്കൻഡിൽ 6.36 ഘനമീറ്റർ വെള്ളവുമാണ് തുറന്നുവിടുന്നത്. ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങളും കുട്ടികളും പുഴയിൽ ഇറങ്ങുന്നതിനും കുളിക്കുന്നതിനും വസ്ത്രങ്ങൾ അലക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. 76.40 മീറ്റർ വരെ വെള്ളം സംഭരിക്കാവുന്ന ചിമ്മിനിയിൽ ബുധനാഴ്ച വൈകിട്ട് 66.45 മീറ്റർ മാത്രമാണ് ജലനിരപ്പ്. ഡാമിലെ ജലനിരപ്പിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മഴ ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് നടപടിയെന്നും അധികൃതർ അറിയിച്ചു. ചൂണ്ടൽ മരത്തൻകോട് റോഡിൽ പുതുശ്ശേരിയിൽ ഓടിക്കൊണ്ടിരിക്കെ ടോറസ് ലോറിക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു. കുന്നംകുളം തൃശൂർ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി ചേലക്കരയിലേക്ക് മെറ്റൽ എടുക്കാൻ പോകുന്നതിനിടയിലാണ് സംഭവം. അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മരം മുറിച്ചുമാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. മരം വീണതോടെ മേഖലയിൽ വൈദ്യുതി ബന്ധം താറുമാറായി. ചൂണ്ടൽ മരത്തൻകോട് റോഡിൽ പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ടു. ശക്തമായ കാറ്റിലും മഴയിലും ഗുരുവായൂർ പഞ്ചാരമുക്കിൽ തെങ്ങും വൈദ്യുതി പോസ്റ്റുകളും ഒടിഞ്ഞു വീണു. ഗുരുവായൂർ പഞ്ചാരമുക്ക് EK നായനാർ റോഡിലാണ് 2 തെങ്ങുകളും വൈദ്യുതി പോസ്റ്റുകളും ഒടിഞ്ഞു വീണത്. വാർഡ് കൌൺസിലർ PK നൌഫൽ സ്ഥലത്തെത്തി തെങ്ങുകൾ മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണതോടെ മേഖലയിൽ വൈദ്യുതി ബന്ധം താറുമാറായി. മഴ കനത്തതോടെ ചാലക്കുടി മുരിങ്ങൂർ ഡിവൈൻ അടിപ്പാത വീണ്ടും വെള്ളക്കെട്ടിലായി. ബുധനാഴ്ച മണിക്കൂറുകളോളമാണ് അടിപ്പാതയിൽ വെള്ളം കെട്ടിനിന്നത്. ഇതോടെ വാഹനങ്ങളുടെ യാത്രയും ദുഷ്കരമായി. ഇരുഭാഗത്തെ സർവീസ് റോഡുകളിലും വെള്ളം കെട്ടിനിന്നു. അടിപ്പാത നിർമ്മാണം തുടങ്ങിയ കാലഘട്ടം മുതൽ ആരംഭിച്ചതാണ് മഴക്കാലത്തെ ഇവിടത്തെ ദുരിതം. റോഡരികിലെ കാനകൾ ശുചീകരിക്കാത്തതാണ് പ്രധാന പ്രശ്നം. അഴുക്കുചാലിന്റെ എല്ലാ ഭാഗത്തും പുല്ല് പിടിച്ചു കിടക്കുകയാണ്. മഴ തുടങ്ങിയതോടെ തൃശൂർ നഗരത്തിലൂടെയുള്ള ജനങ്ങളുടെ യാത്രാ ദുരിതം വർദ്ധിച്ചു. നഗരത്തിലെ പല റോഡുകളിലും വീണ്ടും പാതാളക്കുഴികൾ രൂപപ്പെട്ടതും മെറ്റലുകൾ ഇളകിത്തെറിക്കുന്നതും വാഹനയാത്രികർക്ക് ഭീഷണിയായി മാറുകയാണ്. തൃശൂർ വടക്കേ സ്റ്റാൻഡിനു സമീപം പാലിയം റോഡിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡ് തകർന്നു. എന്നിട്ടും അധികൃതരാരും തിരിഞ്ഞു നോക്കിയില്ലെന്നു മാത്രമല്ല ഒരു സൂചനാ ബോർഡ് പോലും സ്ഥാപിച്ചിട്ടില്ല. ഏറെ വാഹന തിരക്കുള്ള ഇവിടെ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് മരച്ചില്ലകൾ നാട്ടി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പാറമേക്കാവ് കുറ്റിപ്പുറം റോഡിൽ രാമനിലയം ഗസ്റ്റ് ഹൌസിന് സമീപം റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ടിട്ട് ദിവസങ്ങളായെങ്കിലും കുഴിയടയ്ക്കാനുള്ള യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. നാട്ടുകാരാണ് ഇവിടെയും മരച്ചില്ലകളും കൊടിയും നാട്ടി
അപകട മുന്നറിയിപ്പ് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ടാറിംഗ് നടത്തിയ റോഡാണ് തകർന്നിരിക്കുന്നത്. ഇതിന് സമീപത്തു നിന്ന് 50 മീറ്ററോളം ദൂരം തൃശൂർ കോർപ്പറേഷൻ ടൈൽ വിരിച്ചിട്ടുണ്ടെങ്കിലും തുടർന്നുള്ള ഭാഗത്ത് റീജിയണൽ തിയേറ്ററിന് മുൻവശത്തായി വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. ഈ കുഴികളിൽ വീണ് വാഹനം കേടാകുന്നതും അപകടമുണ്ടാകുന്നതും പതിവായിരിക്കുന്നു. സ്വരാജ് റൗണ്ടിൽ രാമവർമ്മ പാർക്കിന് സമീപമടക്കം നഗരത്തിലെ പല ഭാഗത്തും റോഡുകളിൽ ചെറുതും വലുതുമായ കുഴികൾ രൂപപ്പെട്ടും മെറ്റലുകൾ ഇളകിയും തകർന്നു കിടക്കുകയാണ്. TCV തൃശൂർ. ഇടവേള. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. BB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം BB കായം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചരിത്രത്തിലാദ്യമായി കലാമണ്ഡലത്തിൽ ഭരതനാട്യം പഠിക്കാൻ ആൺകുട്ടിയെത്തി. പിറവം മാമലശ്ശേരി വീട്ടിൽ എൽദോയുടെയും ഹണിയുടെയും മകനായ ഡാനിയേലാണ് 11ാം വയസ്സിൽ പഠിക്കാനെത്തിയത്. കലാമണ്ഡലത്തിലെ അധ്യാപകനായ ഡോക്ടർ RLV രാമകൃഷ്ണന്റെ ശിക്ഷണത്തിലാണ് 6 മാസം ഭരതനാട്യം പഠിക്കുന്നത്. ഇവർ വർഷങ്ങളായി ഓസ്ട്രേലിയയിൽ താമസിച്ചു വരുന്നവരാണ്. ഡാനിയേലിനെ ഭരതനാട്യം പഠിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ മകന്റെ ആഗ്രഹം രക്ഷിതാക്കൾ സാധിച്ചു കൊടുക്കുകയായിരുന്നു. കലാമണ്ഡലത്തിൽ ആൺകുട്ടികൾക്ക് ഭരതനാട്യം പഠിക്കാൻ ഇതുവരെ അവസരമുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം മുതലാണ് ആൺകുട്ടികൾക്കും അവസരം കലാമണ്ഡലം ഒരുക്കിയത്. ഈ വർഷമാണ് ആദ്യമായി ഒരു ആൺകുട്ടി കലാമണ്ഡലത്തിൽ ഭരതനാട്യം പഠിക്കാൻ എത്തുന്നതെന്ന് കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ പറഞ്ഞു. വിദ്യാർത്ഥിയെ പഠിപ്പിക്കാൻ അവസരം കിട്ടിയതിനെ കലാമണ്ഡലത്തിനോട് ഒരുപാട് നന്ദിയുണ്ടെന്ന് ഡോക്ടർ RLV രാമകൃഷ്ണൻ പ്രതികരിച്ചു. ആദ്യമായി കലാമണ്ഡലത്തിലെത്തിയ ഭരതനാട്യം വിദ്യാർത്ഥിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണെന്ന് കലാമണ്ഡലം നൃത്തവിഭാഗം മേധാവി സംഗീത പ്രസാദും വ്യക്തമാക്കി. TCV ചെറുതുരുത്തി. അകമലയിൽ അടച്ചുപൂട്ടിയ വനം വകുപ്പ് ഓഫീസും വെറ്ററിനറി ക്ലിനിക്കും സാമൂഹ്യ വിരുദ്ധരുടെയും ഇഴജന്തുക്കളുടെയും വിഹാര കേന്ദ്രമായി മാറി. തൃശൂർ ഷൊർണൂർ റോഡരികിലായി മുള്ളൂർക്കര പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന അകമല ഫോറസ്റ്റ് സ്റ്റേഷനാണ് ഈ ദുർഗതി. വർഷങ്ങൾക്ക് മുൻപ് സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ 15ഓളം സ്റ്റാഫ് ഉണ്ടായിരുന്ന അകമല ഫോറസ്റ്റ് സ്റ്റേഷൻ അടച്ചുപൂട്ടി. തുടർന്ന് വെറ്റിനറി ക്ലിനിക്കും അടച്ചു. ഇതോടെ മുള്ളൂർക്കര, പാഞ്ഞാൾ എന്നീ പഞ്ചായത്തുകളിലെയും വടക്കാഞ്ചേരി നഗരസഭയിലെയും വന്യമൃഗശല്യങ്ങളും മറ്റു വനം കൊള്ളകളും അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥർ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ട സ്ഥിതിയാണ്. വന്യജീവികൾക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ അകമലയിലെ വെറ്റിനറി ക്ലിനിക് അടച്ചുപൂട്ടിയതോടെ ഇല്ലാതായി. നെല്ലിയാമ്പതി, ചാലക്കുടി, നെന്മാറ, പാലക്കാട് ഫോറസ്റ്റ് ഡിവിഷനുകളിൽ നിന്ന് വന്യജീവികളെയും പക്ഷികളെയും ചികിത്സയ്ക്ക് ഈ വെറ്റിനറി ക്ലിനിക്കിൽ എത്തിക്കാറുണ്ട്. ക്ലിനിക് അടച്ചതോടെ വന്യജീവികളുടെ ചികിത്സയ്ക്ക് മറ്റിടങ്ങൾ തേടേണ്ടി വരുന്നു. വടക്കാഞ്ചേരിയിലുണ്ടായിരുന്ന അകമലയിലുണ്ടായിരുന്ന ഫോറസ്റ്റ് സ്റ്റേഷൻ അതിപ്പോൾ തെക്കിങ്കരയിലേക്ക് മാറ്റി എന്ന് പറയുന്നു. പക്ഷേ അതിനുള്ള ടാസ്ക് ഫോഴ്സോ അതിൻ്റേതായ അടിസ്ഥാന സൗകര്യങ്ങളോ അവിടെ ഇല്ല. അത് ഇവിടുന്ന് മാറ്റിയോടുകൂടി എന്തെങ്കിലും അത്യാവശ്യത്തിന് പോലും ജനങ്ങൾക്ക് ഫോറസ്റ്റ് സ്റ്റേഷനിൽ ബന്ധപ്പെടാൻ പറ്റാത്ത സ്ഥിതിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ക്ലിനിക്ക് പാലക്കാട് മുതൽ ഇങ്ങോട്ടുള്ള വനമേഖലയിൽ പരിക്ക് പറ്റുന്ന വന്യമൃഗങ്ങളെയും ഒക്കെ ചികിത്സിക്കുന്ന ക്ലിനിക്കാണ്. ഇപ്പം അത് നിർജീവമാണ്. ചന്ദനം, തേക്കുമര മോഷണം നടത്തുന്ന വനം കൊള്ളക്കാർക്കും ഫോറസ്റ്റ് സ്റ്റേഷൻ അടച്ചത് അനുഗ്രഹമായി. ജീവനക്കാർക്കിടയിലെ യൂണിയനുകളുടെ തർക്കമാണ് ഫോറസ്റ്റ് സ്റ്റേഷൻ അടയ്ക്കാൻ കാരണമെന്ന് പറയുന്നു. എത്രയും വേഗം അകമല ഫോറസ്റ്റ് സ്റ്റേഷൻ പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV വടക്കാഞ്ചേരി.
പുതിയ അധ്യയന വർഷം ആരംഭിച്ചതോടെ സ്കൂളുകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം വരുത്തി. ഹൈസ്കൂൾ വിഭാഗം ക്ലാസുകളുടെ സമയത്തിലാണ് മാറ്റം വരുത്തി സർക്കാർ ഉത്തരവിറക്കിയത്. 8 മുതൽ 10 വരെയുള്ള ക്ലാസുകൾക്ക് രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെയാണ് പ്രവർത്തന സമയം. വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിലെ പ്രവൃത്തി സമയത്തിലാണ് മാറ്റം വരുത്തിയിട്ടുള്ളത്. അരമണിക്കൂർ സമയവർദ്ധനവ് സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്കും ബാധകമായിരിക്കും. ഭക്ഷ്യവിഷബാധയുണ്ടായ എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ AC മൊയ്തീൻ MLA സന്ദർശനം നടത്തി. പ്രധാന അധ്യാപിക KA സുജിനി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AK ടോണി, AEO A മൊയ്തീൻ എന്നിവരിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയ MLA ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടുകൾ പരിശോധിച്ചു. നിലവിൽ ആശങ്കയ്ക്കിടയിലെന്നും ചികിത്സയ്ക്ക് സാമ്പത്തിക സഹായം ആവശ്യമുള്ളവർക്ക് അത് നൽകാൻ വിദ്യാഭ്യാസ മന്ത്രിയുമായി സംസാരിക്കുമെന്നും MLA അറിയിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് LPSലെ ചില കുട്ടികൾക്ക് ശാരീരിക അസ്വസ്ഥത ഉണ്ടാവുകയും വയറിളക്കം പോലുള്ള പനിയും അതുപോലുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് സ്കൂൾ അധികൃതരും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അധികൃതരും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിൻ്റെയും എല്ലാം ഇടപെടൽ അടിയന്തരമായിട്ടുണ്ടായി. കുട്ടികളെ ചികിത്സയ്ക്ക് പ്രവേശിപ്പിക്കേണ്ടവരെ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവരൊന്നും സ്ഥിതി ഗുരുതരമല്ല എന്നാണ് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ചികിത്സയിലുള്ള കുട്ടികളുടെ ചികിത്സാ ചെലവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യം ആലോചിക്കാം. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിലും ഈ കാര്യം നമുക്ക് പെടുത്താം. എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന പോസിറ്റീവായിട്ടുള്ള തീരുമാനമെടുക്കാൻ കഴിയുമെന്ന് നമുക്ക് ആലോചിച്ച് ചെയ്യാനാവും. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, മെമ്പർമാരായ NP അജയൻ, ES സുരേഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ MK സുരേഷ് ബാബു എന്നിവരും സന്നിഹിതരായിരുന്നു. പടിയൂരിൽ അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ കണ്ടെത്താനായി ഇതര സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു. കൊല്ലപ്പെട്ട രേഖയുടെ രണ്ടാമത്തെ ഭർത്താവ് കോട്ടയം കുറിച്ചി സ്വദേശി പ്രേംകുമാറിനെ തേടിയാണ് തിരച്ചിൽ. പോലീസ് സംഘം ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് പ്രേംകുമാർ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. പോലീസിന് കിട്ടുന്ന സന്ദേശങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതമാണ്. തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാറിന്റെ മേൽനോട്ടത്തിൽ DYSP സുരേഷ്, കാട്ടൂർ SHO ബൈജു എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. എന്നാൽ പ്രതിയെക്കുറിച്ച് കൃത്യമായ സൂചന ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല. പ്രേംകുമാറിനെതിരെ 3 ഭാഷയിൽ വ്യത്യസ്തങ്ങളായ ചിത്രങ്ങളടക്കം പുറത്തിറക്കിയ ലുക്കൌട്ട് നോട്ടീസിനെ തുടർന്ന് ലഭിക്കുന്ന ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചും പോലീസ് സംഘം അന്വേഷണം നടത്തുന്നുണ്ട്. വളരെ സൂത്രശാലിയായ സൈക്കോ ക്രിമിനലാണ് പ്രേംകുമാർ എന്നാണ് പോലീസ് പറയുന്നത്. മലയാളത്തിന് പുറമെ ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ ഭാഷകളും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന പ്രേംകുമാർ സ്വന്തമായി ഫോൺ ഉപയോഗിക്കുന്നില്ല. വളരെ വലിയ ആസൂത്രണം കൊലപാതകത്തിന് മുന്നേ ഇയാൾ നടത്തിയിരിക്കാമെന്നാണ് കരുതുന്നത്. രണ്ടാമത്തെ കൊലപാതകമായതിനാൽ പിടിക്കപ്പെടാതിരിക്കാനുള്ള വഴികളും അയാൾ തയ്യാറാക്കിയിട്ടുണ്ടാകും. എങ്കിലും പ്രേംകുമാർ വൈകാതെ തന്നെ വലയിലാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് പോലീസ്. കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചതിരിഞ്ഞാണ് പടിയൂരിലെ വാടക വീടിനുള്ളിൽ മണിയെയും മകൾ രേഖയെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. കെനിയയിൽ വാഹനാപകടത്തിൽ മരിച്ച വെങ്കിടങ്ങ് തൊയക്കാവ് സ്വദേശി മാടക്കായിൽ മുഹമ്മദിന്റെ ഭാര്യ ജസ്നയുടെയും മകൾ റൂഹി മെഹറിന്റെയും മൃതദേഹം വെള്ളിയാഴ്ച നാട്ടിലെത്തിച്ചേക്കും. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജസ്നയുടെ ഭർത്താവ് മുഹമ്മദ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ മൃതദേഹങ്ങൾ കെനിയയുടെ തലസ്ഥാനമായ നെയ്റോബിയിൽ എത്തിച്ചിട്ടുണ്ട്. അപകടവിവരം അറിഞ്ഞ് മുരളി പെരുന്നെല്ലി MLA മുഹമ്മദിന്റെ വസതിയിലെത്തി കുടുംബാംഗങ്ങളെ സമാശ്വസിപ്പിക്കുകയും അനുശോചനം അറിയിക്കുകയും ചെയ്തു. നോർക്കയുമായും പ്രവാസികാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട് മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ ഊർജിതമാക്കുമെന്നും MLA വീട്ടുകാരെ അറിയിച്ചു. അതീവ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ്. മുഹമ്മദാണെങ്കിൽ അവിടെ നെയ്റോബിയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കൊണ്ടുവരാൻ ആവശ്യമായ രൂപത്തിലുള്ള എല്ലാവിധ നടപടികളും അതിൻ്റെ ഔദ്യോഗിക നിലവാരത്തിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. താമസിയാതെ തന്നെ ഇനി 2 ദിവസം ചുരുങ്ങിയത് പിടിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. താമസിയാതെ മൃതദേഹം ഇവിടെ എത്തും. മുഹമ്മദും വളരെ ഗുരുതരമായ പരിക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അദ്ദേഹം ഇവരോടൊപ്പം ഈ മൃതദേഹത്തോടൊപ്പം നാട്ടിലെത്താനുള്ള സാധ്യതയുണ്ട്. ഈ അപകടത്തിൽ അതുപോലെ ഈ മരണത്തിൽ ദുരന്തം അനുഭവിച്ച എല്ലാ ജനവിഭാഗങ്ങൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്ക്, ബന്ധുമിത്രാദികൾക്ക്, സുഹൃത്തുക്കൾക്ക് അവരോടുള്ള അനുശോചനം രേഖപ്പെടുത്തുകയാണ്. കുറഞ്ഞ കാലം കൊണ്ട് പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച റാപ്പർ വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം ഇനി മുതൽ കാലിക്കറ്റ് സർവകലാശാലയിലെ പാഠ്യപദ്ധതിയിൽ BA മലയാളം 4ാം സെമസ്റ്റർ പാഠപുസ്തകത്തിലാണ് ഈ പാട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
മൈക്കിൾ ജാക്സന്റെ ദേ ഡോണ്ട് കെയർ അബൌട്ട് അസ് എന്ന പാട്ടും വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ടും തമ്മിലുള്ള താരതമ്യ പഠനമാണ് പാഠപുസ്തകത്തിലുള്ളത്. അമേരിക്കൻ റാപ്പ് സംഗീതവും മലയാള റാപ്പ് സംഗീതവും തമ്മിലുള്ള താരതമ്യ പഠനമാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. 1995 പുറത്തിറങ്ങിയ ദേ ഡോണ്ട് കെയർ അബൌട്ട് അസ് ജൂതവിരുദ്ധ ആരോപണങ്ങളെ എതിർത്തുകൊണ്ടുള്ള ഗാനമാണ്. യുദ്ധം കൊണ്ടുണ്ടാവുന്ന പ്രശ്നവും പലായനവുമാണ് 2020 പുറത്തിറങ്ങിയ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന ഗാനം ചർച്ച ചെയ്യുന്നത്. 2 വീഡിയോ ലിങ്കുകളായിട്ടാണ് ഇവ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യുവജനങ്ങളുടെ ഹരമായ വേടൻ എന്ന ഹിരൺദാസ് മുരളി തന്റെ 25ാം വയസ്സിലാണ് ആദ്യം മ്യൂസിക് വീഡിയോയായ വോയിസ് ഓഫ് വോയിസ്ലെസ് പുറത്തിറക്കുന്നത്. വരികളിലെ അടിച്ചമർത്തപ്പെട്ടവന്റെ പ്രതിരോധവും ഹരം കൊള്ളിക്കുന്ന താളവും വേടനെ ജനപ്രിയനാക്കി. പാടുന്ന പാട്ടിന്റെ വ്യത്യസ്തത കൊണ്ട് കേരളക്കരയാകെ നിറഞ്ഞാടുകയാണ് വേടൻ എന്ന ഹിരൺദാസ് മുരളി. ന്യൂസ് ഡെസ്ക് TCV. LDF തൃശൂർ ജില്ലാ കൺവീനറായി PK ചന്ദ്രശേഖരനെ തെരഞ്ഞെടുത്തു. LDF യോഗത്തിൽ CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അധ്യക്ഷനായിരുന്നു. കൺവീനറായിരുന്ന KV അബ്ദുൽ ഖാദർ CPM ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് പുതിയ കൺവീനറായി തെരഞ്ഞെടുത്തത്. PK ചന്ദ്രശേഖരൻ CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. നേരത്തെ കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറിയായിരുന്നു. DYFI കൊടുങ്ങല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ്, സെക്രട്ടറി എന്നീ ചുമതലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു. സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ അധീനതയിലുള്ള തളിയക്കോണം ബാപ്പുജി സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം നിലച്ചു. നിർമ്മാണം ഉടൻ പൂർത്തീകരിച്ചില്ലെങ്കിൽ ജനങ്ങളെ മുൻനിർത്തി സമരം നടത്തുമെന്ന് വാർഡ് കൌൺസിലർ TK ഷാജു പറഞ്ഞു. ഇരിങ്ങാലക്കുട നഗരസഭ 38ാം വാർഡിലാണ് തളിയക്കോണം ബാബുജി സ്മാരക സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. സ്റ്റേഡിയം നവീകരണത്തിനായി സ്പോർട്സ് ഫൗണ്ടേഷൻ ഏറ്റെടുത്തെങ്കിലും ഇതുവരെയും പൂർത്തിയാക്കിയിട്ടില്ല. സ്റ്റേഡിയം ഉന്നത നിലവാരത്തിലാക്കാനുള്ള നവീകരണ പ്രവർത്തികൾ 2023 മാർച്ച് 25 മന്ത്രി R ബിന്ദുവാണ് ഉദ്ഘാടനം ചെയ്തത്. നവീകരണത്തിനായി ഇരിങ്ങാലക്കുട നഗരസഭയുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന സ്റ്റേഡിയം കേരള സ്പോർട്സ് ഫൗണ്ടേഷന് കൈമാറുകയായിരുന്നു. 70 ലക്ഷം രൂപയുടെ പ്രവൃത്തികളിൽ 40 ലക്ഷത്തിലേറെ രൂപയുടെ പണികൾ പൂർത്തിയായി. ഗ്രൗണ്ട് നിരപ്പാക്കുന്നതിനായി കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണരിച്ച് മിനുസമുള്ള പൊടിയാക്കുന്ന പ്രവൃത്തികളാണ് ചെയ്തു വന്നിരുന്നത്. എന്നാൽ മഴ പെയ്തതോടെ നിർമ്മാണം നിലച്ചു. പലയിടത്തായി കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് മഴ പെയ്യാൻ തുടങ്ങിയതോടെ ഗ്രൗണ്ടിന്റെ പിൻവശത്തുള്ള വീടുകളിലേക്ക് ഒലിച്ചിറങ്ങുകയാണ്. വളരെ നല്ല രീതിയിൽ കിടന്നിരുന്ന മൈതാനം ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായി. സ്പോർട്സ് ഫൗണ്ടേഷന് കൈമാറിയതിനാൽ നഗരസഭയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിനാൽ എത്രയും വേഗം സമീപത്തെ വീടുകളിലേക്കുള്ള നീരൊഴുക്ക് തടയുകയും മഴ മാറുന്നതോടെ നവീകരണം പൂർത്തിയാക്കി യുവജനങ്ങൾക്ക് കളിസ്ഥലം കൈമാറുകയും വേണമെന്ന് കൌൺസിലർ ആവശ്യപ്പെട്ടു. നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും സ്ഥലം MLAയുമായ R ബിന്ദുവിന്റെ ക്യാമ്പ് ഓഫീസിനു മുന്നിൽ ജനങ്ങളെ അണിനിരത്തി സമരം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. തിരികെ വാർത്തകളിലേക്ക്. സംസാരശേഷിയില്ലാത്ത 2 മക്കൾക്ക് വേണ്ടി ആശ്വാസകിരണം പദ്ധതി വഴി ധനസഹായത്തിന് അപേക്ഷിച്ച വയോധികനെ അവഗണിച്ച ചൊവ്വന്നൂർ ശിശുവികസന ഓഫീസറോട് സിറ്റിംഗിൽ നേരിട്ട് ഹാജരാകാൻ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം V ഗീത ഉത്തരവിട്ടു. കേരള സാമൂഹിക സുരക്ഷാ മിഷൻ അസിസ്റ്റന്റ് ഡയറക്ടറും സിറ്റിംഗിൽ നേരിട്ട് ഹാജരാകണം. ചൊവ്വന്നൂർ സ്വദേശി CC ചിന്നക്കുട്ടി 2017 ഡിസംബർ 29 ചൊവ്വന്നൂർ ശിശുവികസന പദ്ധതി ഓഫീസിൽ ധനസഹായത്തിനായി അപേക്ഷ സമർപ്പിച്ചത്. 2018 മാർച്ച് 31 ശേഷം ലഭിച്ച അപേക്ഷകൾക്കൊന്നും ധനസഹായം അനുവദിച്ചിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 71 വയസ്സുള്ള പരാതിക്കാരന്റെ പ്രായം മാത്രമല്ല, 42-39 വയസ്സുള്ള സെറിബ്രൽ പാൾസി രോഗം ബാധിച്ച് സംസാരശേഷിയില്ലാത്തവരെ സംരക്ഷിക്കുന്ന വയോധികന്റെ അവസ്ഥ പോലും ഉദ്യോഗസ്ഥർ പരിഗണിക്കാത്തത് തികച്ച മനുഷ്യാവകാശ ലംഘനമാണെന്ന് കമ്മീഷൻ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി.
യാത്രക്കാർക്ക് ടിക്കറ്റ് ബുക്കിംഗിന് പുതിയ ആപ്പുമായി ഇന്ത്യൻ റെയിൽവേ. സ്വാറെയിൽ എന്നാണ് പുതിയ ആപ്പിന്റെ പേര്. ആൻഡ്രോയിഡ് ഡിവൈസുകളിലും iOS ഡിവൈസുകളിലും ആപ്പ് ലഭ്യമാണ്. ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് കൂടാതെ PNR സ്റ്റാറ്റസ് ചെക്ക്, ഭക്ഷണം ഓർഡർ ചെയ്യൽ തുടങ്ങി നിരവധി കാര്യങ്ങൾക്ക് ഈ ആപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ഇന്ത്യയിൽ തന്നെയാണ് സ്വാറെയിൽ ആപ്പ് ഡെവലപ്പ് ചെയ്തത്. ഒട്ടേറെ സേവനങ്ങൾ ഒരേ പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്ന സ്വാറെയിൽ ആപ്പ് യാത്രക്കാർക്കിടയിൽ പ്രിയങ്കരമാകുമെന്ന പ്രതീക്ഷയിലാണ് റെയിൽവേ. പകരം വയ്ക്കാനില്ലാത്ത തിമിലപ്രമാണി അന്നമനട പരമേശ്വരമാരാർ ഓർമ്മയായിട്ട് വ്യാഴാഴ്ച 6 ആണ്ട് തികയുന്നു. വർഷങ്ങളോളം തൃശൂർ പൂരത്തിലെ മഠത്തിൽ വരവ് പഞ്ചവാദ്യ നിരയെ നയിച്ച ഈ അതുല്യ പ്രതിഭയെ കൂപ്പുകൈകളോടെ ഓർമ്മിക്കുകയാണ് വാദ്യകലാലോകം. അന്നമനട പരമേശ്വരമാരാർ കുട്ടിക്കാലത്ത് കണ്ടതും കേട്ടതും ആസ്വദിച്ചതുമെല്ലാം വാദ്യകലയായിരുന്നു. അമ്മാവന്മാരായ ഗുരുനാഥന്മാരിൽ നിന്ന് വാദ്യകലയുടെ ബാലപാഠങ്ങൾ അഭ്യസിച്ച പരമേശ്വരമാരാർ പിന്നീട് കേരള കലാമണ്ഡലത്തിൽ ചേർന്നാണ് പഞ്ചവാദ്യം അഭ്യസിച്ചത്. കലാമണ്ഡലത്തിലെ പഞ്ചവാദ്യത്തിന്റെ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം. തുടർന്ന് അവിടെ അധ്യാപകനായും സേവനമനുഷ്ഠിച്ചു. പ്രസിദ്ധരായ പല്ലാവൂർ സഹോദരങ്ങൾക്ക് കീഴിലായിരുന്നു പരമേശ്വരമാരാരുടെ ഉപരിപഠനം. പല്ലാവൂർ സഹോദരങ്ങൾക്കു ശേഷം മഠത്തിൽ വരവിന്റെ സാരഥ്യമേറ്റെടുത്ത പരമേശ്വരമാരാർ തന്റെ അതുല്യമായ തിമിലവാദനത്തിലൂടെ വർഷങ്ങളോളം പൂരപ്രേമികളെ ആവേശം കൊള്ളിച്ചു. 2018 തൃശൂർ പൂരത്തിലാണ് അവസാനമായി മഠത്തിൽ വരവ് പഞ്ചവാദ്യ നിരയെ ഈ അനശ്വര കലാകാരൻ നയിച്ചത്. മാള അന്നമനടയാണ് പരമേശ്വരമാരാരുടെ ജന്മദേശമെങ്കിലും കൊടകരയിലായിരുന്നു താമസം. സാംസ്കാരിക വകുപ്പിന്റെ പല്ലാവൂർ പുരസ്കാരമടക്കം ഒട്ടേറെ ബഹുമതികളാണ് പരമേശ്വരമാരാരെ തേടിയെത്തിയത്. കേരളത്തിലെ പ്രധാന ഉത്സവങ്ങളിലെല്ലാം പഞ്ചവാദ്യ നിരയെ നയിച്ച അന്നമനട പരമേശ്വരമാരാർ നിരവധി വിദേശ രാജ്യങ്ങളിലും പഞ്ചവാദ്യം അവതരിപ്പിച്ചിട്ടുണ്ട്. 2019 ജൂൺ 12 അന്നമനട എന്ന അതുല്യ പ്രതിഭ ഓർമ്മയായത്. TCB കൊടകര. പ്രകൃതി സ്നേഹികളുടെ മനം നിറച്ചൊഴുകുകയാണ് കടങ്ങോട് മല്ലൻകുടി നീർച്ചോല. മഴ പെയ്തു തുടങ്ങിയതോടെ കൂടുതൽ മനോഹരിയായും മല്ലൻകുടിയുടെ കുളിരണിയാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. തൃശൂർ ജില്ലയിലെ മഴക്കാല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് കടങ്ങോട് മല്ലൻകുഴി നീർച്ചോല. ഭംഗിയുള്ള വെള്ളച്ചാട്ടവും ആഴം കുറഞ്ഞ തടാകങ്ങളുമാണ് ഇവിടുത്തെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ആകർഷിക്കുന്നത്. കടങ്ങോട് വനാതിർത്തിയിലൂടെ ഒഴുകുന്ന നീർച്ചോലയാണ് മല്ലൻകുഴി. വനദേവനായ മല്ലന്റെ കാൽപാദം പതിഞ്ഞ് കുഴിയുണ്ടായ പ്രദേശമായതിനാലാണ് മല്ലൻകുഴി എന്ന പേര് വന്നതെന്നാണ് ഐതിഹ്യം. നീർച്ചോലയ്ക്ക് സമീപം മല്ലൻകാവും സ്ഥിതി ചെയ്യുന്നുണ്ട്. മഴക്കാലമായാൽ തെളിനീരുമായി നിറഞ്ഞൊഴുകുന്ന മല്ലൻകുഴി പ്രകൃതി സ്നേഹികളുടെ മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചയാണ്. ആഴം കുറഞ്ഞ ജലാശയങ്ങളും അപകട സാധ്യത കുറവുള്ള ചെറുവെള്ളച്ചാട്ടങ്ങളുമാണ് മല്ലൻകുഴിയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉല്ലസിക്കാം. മഴക്കാലമായാൽ നിരവധി കുടുംബങ്ങളാണ് ഇവിടെ എത്തുന്നത്. അടിപൊളി സ്ഥലമാണ്. കുട്ടികൾക്കൊക്കെ വന്നാ പേടിക്കാണ്ട് കളിക്കാം. എല്ലാവർക്കും അടിച്ച് കുളിക്കാൻ പറ്റിയ സ്ഥലമാണ്. നല്ല തെളിഞ്ഞ വെള്ളമാണ്. നീന്തി കുളിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഇവിടെ. മീനിനെ പിടിക്കുക, ചാടാനൊക്കെ പറ്റും. വൈബിള സ്ഥലമാണ്. പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒന്ന് സ്കൂൾ ഇപ്പൊ നാളെ തുറക്കുക എന്നുള്ള നിലയ്ക്ക് കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും പോകാന്ന് വെച്ചപ്പോ കുളിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലം എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഈ മല്ലൻകുഴിനെ കുറിച്ച് ഓർമ്മ വന്നത്. മഴയൊക്കെ പെയ്ത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ നല്ല ക്ലിയർ വാട്ടറാണ്. അധികം വെള്ളമില്ല. നമ്മൾ ഈ കടങ്ങോട് പ്രദേശത്ത് വെച്ചിട്ട് തന്നെ ഏറ്റവും ഭംഗിയുള്ളൊരു സ്ഥലം. ഇത് ഇനിയും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഉഷാറായിട്ട് കുറെ ആളുകളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമ്മുടെ ഈ മല്ലൻകുഴി എന്ന് പറയുന്നത്. ജില്ലയിലെ ഇക്കോ ടൂറിസം മാപ്പിൽ മല്ലൻകുഴി ഇടം നേടിയിട്ടുണ്ട്. അതിനാൽ ഗ്രാമീണ ടൂറിസം ലക്ഷ്യമിട്ട് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് മല്ലൻകുഴി നീർത്തട പദ്ധതിക്ക് രൂപം നൽകി. വേനൽ കനത്താൽ മല്ലൻകുഴി വറ്റി വരളും. മഴക്കാലത്ത് വെള്ളം തടഞ്ഞു നിർത്തുവാൻ സംവിധാനമില്ലാത്തതാണ് വരൾച്ചയ്ക്കിടയാക്കുന്നത്. ഇത് പരിഹരിക്കുന്നതിനു വേണ്ടിയാണ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് ഉപയോഗിച്ചുള്ള ചീർപ്പുകളോട് കൂടിയ തടയണ നിർമ്മിക്കുവാൻ പദ്ധതി തയ്യാറാക്കിയത്. നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ 2,40,00,000 രൂപയും ഗ്രാമപഞ്ചായത്ത് തനത് ഫണ്ട് 4,87,000 രൂപയും ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇത് യാഥാർത്ഥ്യമായാൽ കൂടുതൽ വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാൻ കഴിയും. നിലവിൽ മഴക്കാലത്ത് മാത്രമാണ് മല്ലൻകുഴിയിലേക്ക് വിനോദസഞ്ചാരികൾ എത്തുന്നത്. തീർത്തും അപകടരഹിതമാണ് കടങ്ങോട് മല്ലൻകുഴി നീർച്ചോല. അതുകൊണ്ട് അവധി ദിനങ്ങളിൽ കുടുംബവുമായി ധൈര്യസമേതം ഇങ്ങോട്ട് വരാം. മറ്റൊരു പ്രത്യേകതയുണ്ട്.
മഴക്കാലത്ത് മാത്രമാണ് ഈ ദൃശ്യഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴുവൂരിനോടൊപ്പം AM മുർഷീദ്, എരുമപ്പെട്ടി. ഗുരുവായൂരിന്റെ പുഞ്ചിരിയമ്മായി തിരികെ എത്തി. എരിയുന്ന വയറിനും നീറുന്ന മനസ്സിനും ആശ്വാസം തേടിയാണ് 85ന്റെ നിറവിലും പാലക്കാട്ടുകാരി പുഞ്ചിരിയമ്മായി ഗുരുവായൂരിന്റെ സ്നേഹമണ്ണിലെത്തുന്നത്. ഒരു കൈയിൽ തൂക്കുപാത്രവും മറുകൈയിൽ കുഞ്ഞിക്കുടയും പുറത്തൊരു സ്കൂൾ ബാഗും തൂക്കി ക്ഷേത്രനഗരിയുടെ വീഥികളിലൂടെയുള്ള ആ നടത്തത്തിന് 6 പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. ആരെ കണ്ടാലും പുഞ്ചിരിക്കുന്ന പ്രകൃതമാണ് ഇവർക്ക് പുഞ്ചിരി അമ്മായി എന്ന പേര് സമ്മാനിച്ചത്. ഭർത്താവ് ചെറുപ്പത്തിലെ ക്യാൻസർ ബാധിച്ച് മരിച്ചതിനെ തുടർന്ന് കൈക്കുഞ്ഞടക്കം 4 മക്കളുമായാണ് ഗുരുവായൂർ ക്ഷേത്രനടയിലെത്തുന്നത്. തെരുവ് ജീവിതത്തിലൂടെ മക്കളെ വളർത്തി വലുതാക്കി. ഒട്ടേറെ യാതനകളിലൂടെയാണ് ഈ കാലം കടന്നുപോയതെന്ന് ഇവർ പറയുന്നു. 2 തവണ വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ദീർഘനാൾ കിടപ്പിലായി. എങ്കിലും തളർന്നില്ല. കോവിഡിന് ശേഷം 2ാമത്തെ മകൻ ഷെൽവനൊപ്പം പഴമ്പാലക്കോടുള്ള 5 സെന്റ് സ്ഥലത്തെ വീട്ടിലായിരുന്നു താമസം. 3 വർഷം മുൻപ് ഷെൽവൻ മരിച്ചതോടെ ഇവർ മാനസികമായി തളർന്നു. ഒറ്റപ്പെടലിന്റെ നോവറിയാതിരിക്കാൻ ഇവർ ആഴ്ചയിലൊരിക്കൽ ഗുരുവായൂരിലേക്ക് വണ്ടി കയറും. വീടുകൾ കയറിയിറങ്ങി സുഖവിവരങ്ങൾ അന്വേഷിക്കും. എനിക്ക് അവിടെ ചാകാൻ പറ്റില്ലല്ലോ. പണ്ടത് ഉടുക്കാൻ വേണം, കഴിക്കാൻ വേണം, കാശ് വേണം, മരുന്ന് വേണം, എണ്ണ സോപ്പിനൊക്കെ ഞാൻ എവിടെ പോകും? അപ്പൊ ഞാൻ വീണ്ടും വന്നെന്ന് സാറുമാരുടെ അടുത്ത് പറയും. ഞാൻ ഇന്നുണ്ടാകും, നാളെ പോകും. പിന്നെ പോയിട്ട് കുറെ ദിവസം കഴിഞ്ഞത് അതേട്ടോ. എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വെറുതെ മരിക്കും. പെൻഷനും ഇല്ല. പെൻഷൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യും. പെൻഷനും ഇല്ലല്ലോ. പിന്നെ അവിടെ നിന്ന് അരി അടങ്ങാൻ അരി ചോദിക്കും. അതിന് 2 ചപ്പല വേറെ അരി കഞ്ഞി വെച്ച് കുടിക്കും. അങ്ങനെ ഇപ്പൊ കഴിയില്ല ഞാൻ. പെൻഷനോ മറ്റാനുകൂല്യങ്ങളോ ഇല്ലാത്തതിനാൽ മരുന്നിനും യാത്രാ ചിലവിനുള്ള പണവും സ്നേഹമനസ്സുകൾ നൽകും. കാണുന്നവരുടെ മുഖത്തും മനസ്സിലും പുഞ്ചിരി വിരിയിക്കുന്ന പുഞ്ചിരി അമ്മായി എന്നും ഗുരുവായൂരിന് പ്രിയങ്കരിയാണ്. TCV ന്യൂസ്, ഗുരുവായൂർ. തൃശൂർ റൂറൽ പോലീസ് ജില്ലയിൽ വിവിധ കേസുകളിൽ കോടതിയിൽ ഹാജരാകാതെ മുങ്ങി നടന്ന 177 പേരെ പോലീസ് പിടികൂടി കോടതിയിൽ ഹാജരാക്കി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി 177 പേരെ വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ലക്കിടി പാലപ്പുറത്ത് നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ബൈക്കിലും പോസ്റ്റിലും ഇടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികന് പരിക്ക്. ശ്രീകൃഷ്ണപുരം സ്വദേശി ആദിത്യനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ യുവാവിനെ കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ പിക്കപ്പ് വാനിലുള്ളവർക്കും പരിക്കേറ്റു. വാണിജ്യം. തൃശൂരിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ പുഴയ്ക്കൽ നെസ്റ്റോയിൽ വിലക്കുറവിന്റെ പെരുമഴയുമായി 99 ഡീൽസ് വ്യാഴാഴ്ച മുതൽ തുടക്കമാകും. വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വരെ പുഴയ്ക്കൽ നെസ്റ്റോയിൽ നിരവധി നിത്യോപയോഗ സാധനങ്ങൾ 99 രൂപയ്ക്ക് സ്വന്തമാക്കാനുള്ള സുവർണാവസരമാണ് ഒരുക്കിയിട്ടുള്ളത്. ഭക്ഷ്യവിഭവങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, പച്ചക്കറി, പലചരക്ക്, ഇലക്ട്രോണിക് ഐറ്റംസ്, വസ്ത്രങ്ങൾ എന്നിവ വൻ വിലക്കുറവിൽ ലഭിക്കും. നെക്സ്റ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത് 99 ഡീൽസ് ആയിട്ടാണ്. 12 മുതൽ 15 വരെ, അതായത് വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ 99 ഡീൽസ്. അതായത് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങളായാലും ഇലക്ട്രോണിക്സ് എല്ലാ സാധനങ്ങളും ബെസ്റ്റ് പ്രൈസ്, അതായത് 99 റുപ്പീസിനാണ് കൊടുക്കുന്നത്. ഇലക്ട്രോണിക്സിലായിക്കോട്ടെ, ഫാഷനിലായിക്കോട്ടെ, ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി, ഗ്രോസറി എല്ലാ സെക്ഷനിലും. അതായത് ഇപ്പോൾ നമ്മൾ മിനി കോംബോ എന്ന് പറഞ്ഞിട്ട് 99 റുപ്പീസിന് ബ്രോസ്റ്റഡ് ചിക്കൻ, മിനി ബ്രോസ്റ്റഡ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പം എല്ലാവരും 99 ഡീൽസിന് വേണ്ടിയിട്ട് നെക്സ്റ്റോ തൃശ്ശൂർ പുഴയ്ക്കൽ സന്ദർശിക്കുക. വളരെയധികം കാർ പാർക്കിങ്ങും ഡൈനിങ് സെക്ഷനും, അതേപോലെ തൃശ്ശൂരിൽ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്. നെസ്റ്റോ ക്ലിയറൻസ് സെയിലിന്റെ ഭാഗമായി 70% വരെ വിലക്കുറവിലാണ് വിൽപ്പന. 240 ലിറ്ററിന് മുകളിലുള്ള ഫ്രിഡ്ജ് വാങ്ങിയാൽ 6490 രൂപ വില വരുന്ന എയർ ഫയർ 99 രൂപയ്ക്ക് സ്വന്തമാക്കാം. 55 ഇഞ്ചിന്റെ സ്മാർട്ട് TV വാങ്ങുമ്പോൾ 99 രൂപയ്ക്ക് ബോട്ട് സൗണ്ട് ബാർ വാങ്ങാനും 15,000 രൂപയുടെ സ്മാർട്ട് ഫോണുകൾ വാങ്ങുമ്പോൾ 99 രൂപയ്ക്ക് റെഡ്മി ഇയർബഡ്സ് സ്വന്തമാക്കാനും, വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ 99 രൂപ നൽകിയാൽ മിക്സർ ഗ്രൈൻഡർ വാങ്ങാനും അവസരമുണ്ട്. ചുരുങ്ങിയ കാലം കൊണ്ട് വിസ്മയിപ്പിക്കുന്ന ഓഫറുകളോടെ ഷോപ്പിംഗിൽ അത്ഭുതങ്ങൾ തീർക്കുകയാണ് പുഴയ്ക്കൽ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്. ഉപഭോക്താക്കൾക്കായി അതിവിശാലമായ പാർക്കിംഗ് സൗകര്യവും ഇവിടെ സജ്ജമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 974698
6221. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,020 രൂപ, പവന് 72,160 രൂപ. വെള്ളി ഗ്രാമിന് 115 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 4,089 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. KC വേണുഗോപാൽ MPക്ക് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ വാർത്താ സമ്മേളനം നടത്തുന്നതിന് അനുമതി നിഷേധിച്ചു. അദാനിയുടെ മുൻപിൽ കവാത്ത് മറക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. തൃശൂർ കോർപ്പറേഷൻ ഭരണം പിടിക്കൽ പ്രധാന അജണ്ടയാക്കി BJP. ഡിവിഷനുകൾ തിരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. സജീവമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും. തൃശൂർ കോർപ്പറേഷൻ കൂർക്കഞ്ചേരി സോണൽ ഓഫീസ് മാറ്റം. കോൺഗ്രസ് കൗൺസിലർമാർ മേയറുടെ ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ സമരം നടന്നു. സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും ശക്തമാകുന്നു. ചിമ്മിനി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. ചൂണ്ടൽ, പുതുശ്ശേരിയിലും ഗുരുവായൂർ പഞ്ചാരമുക്കിലും മരങ്ങൾ കടപുഴകി വീണു. ചാലക്കുടി, മുരിങ്ങൂർ, ഡിവൈൻ അടിപ്പാതയിൽ വീണ്ടും വെള്ളക്കെട്ട്. മഴ തുടങ്ങിയതോടെ തൃശൂർ നഗരത്തിലൂടെയുള്ള ജനങ്ങളുടെ യാത്രാ ദുരിതം വർദ്ധിച്ചു. റോഡുകളിൽ കുഴികൾ രൂപപ്പെട്ടത് യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. ചരിത്രത്തിലാദ്യമായി കലാമണ്ഡലത്തിൽ ഭരതനാട്യം പഠിക്കാൻ ആൺകുട്ടിയെത്തി. പിറവം സ്വദേശി ഡാനിയലാണ് 11ാം വയസ്സിൽ ഭരതനാട്യം പഠിക്കാനെത്തിയത്. അകമലയിൽ അടച്ചുപൂട്ടിയ വനംവകുപ്പ് ഓഫീസും വെറ്ററിനറി ക്ലിനിക്കും സാമൂഹ്യ വിരുദ്ധരുടെയും ഇഴജന്തുക്കളുടെയും വിഹാര കേന്ദ്രമായി മാറി. ഫോറസ്റ്റ് സ്റ്റേഷൻ അടയ്ക്കാൻ കാരണമായത് ജീവനക്കാർക്കിടയിലെ യൂണിയനുകൾ തമ്മിലുള്ള തർക്കം. ബുള്ളറ്റിൻ പുറമാകുന്നു. നമസ്കാരം.